എല്ലാവർക്കും ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ഇന്നത്തെ ആത്മോപദേശ ശതക മാസാചരണ പാരായണത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് നാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ 88 മുതൽ 91 വരെ അരുളി ചെയ്ത ഭാഗങ്ങളാണ് പരിശോധിക്കേണ്ടത്. അതിപ്രകാരമാണ്: തനിയെ ഇതൊക്കെയുമുണ്ട് തമ്മിലോരോരിനം ഇതരങ്ങളില്ല ഇപ്രകാരം. തനു മുതലായത് സത്വമല്ലയോർത്താൽ അനൃതവുമല്ല അതിവാച്യമായിടുന്നു. അതിവാച്യമായിടുന്നു. നമ്മുടെ ശരീരം അടക്കമുള്ളവ പരിശോധിച്ചാൽ അതൊന്നും വാസ്തവത്തിൽ സത്തല്ല, അതിവാച്യമായ അനൃതമാണ്, അസത്യമാണ്. സത്യത്തെ തേടിയുള്ള മഹായാത്രയിൽ നാം കണ്ടുമുട്ടുന്നതിലധികവും അസത്യമായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചെടുക്കുകയാണ് നീർക്ഷീര വിവേചനം ചെയ്യുന്ന വേഴാമ്പലിനെ പോലെ. പാലും വെള്ളവും ചേർത്ത് വെച്ച് കൊടുത്താൽ വേഴാമ്പൽ പാൽ മാത്രം കുടിച്ച വെള്ളം ബാക്കി വയ്ക്കുന്നത് പോലെ സത്യാസത്യങ്ങൾ ഇടകലർന്നു കിടക്കുന്നതിൽ നിന്ന് നമ്മൾ സത്യത്തെ തിരഞ്ഞെടുക്കണം. സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹനിതു സർവമേവും ഏകമായി ഗ്രഹിക്കും. തത്വചിന്ത പഠിച്ചാൽ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഏകമാണെന്ന് മനസ്സിലാവും. അല്ലാത്തവന് തത്വമില്ലാത്തവനൊന്നും മനസ്സിലാവുകയില്ല. അകമുഖമായി അറിയായിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. മായയാം വൻ പക പലതിനെയും നമ്മളിൽ നിന്ന് മാറ്റി നിർത്തി കൊണ്ടുപോകുന്നതായി അനുഭവിക്കാനാവും. അറിവിലിരുന്ന സദസ്ഥിത എന്ന സംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ. അറിവിനെ വിട്ടൊരു വസ്തുവും അന്യമില്ലെന്നറിയണമീ അറിവൈക്യരൂപ്യമേകും. അറിവിനെ വിട്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് ഏകരൂപത്തിലേക്കുള്ള നമ്മുടെ ചിന്തയുടെ ഒരു വലിയ വഴിയാണ്. ആ ചിന്താവഴിയിൽ അന്യമൊരസ്ഥിതയെ മറയ്ക്കുകയില്ലെന്ന അനുഭവമുണ്ട്. സദസ്ഥിതി എന്നിവണ്ണം അനുപദം അസ്ഥിതയെ ഇലാവൃതം സദ്ഘനം അതിനാലേ കളേബരാദി കാര്യം. ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഈ 4 വരികളിൽ പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം വ്യാഖ്യാനിച്ചു തരുന്നതൊക്കെ മോഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ ഒരുങ്ങി നിന്ന് വേണം പാരായണം പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് പ്രതിവിഷയം പ്രതി ചെയ്യിലും ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ. പ്രിയ മജമ ദയ മപ്രകാരം ഏകാദ്വയമിതു താൻ സുഖമാർന്നു നിന്നിടുന്നു. ഏകാദ്വയം ഒന്ന് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ നമുക്ക് സുഖം തരുന്നത്. അങ്ങനെ സുഖം തരുന്ന അത്ഭുതകരമായ ഒരു ലോകവാഴ്വിന് വേണ്ടി ആത്മോപദേശ ശതക പാരായണം ചെയ്ത് ആത്മാവിൽ ഉറപ്പിച്ച് ജീവിതത്തെ സമ്യക്കായി നേരിടാനുള്ള ഒരു മാർഗമാണ് നാരായണ ഗുരുസ്വാമികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തിരക്ക് പിടിച്ചതെന്ന് നാം കരുതുന്നതാണ്. എല്ലാവർക്കും വലിയ തിരക്കുകളാണ് എന്നു പറയുന്നു. ഒരു 5 നിമിഷം ആത്മോപദേശ ശതകം പോലുള്ള ഒരു കൃതിയെ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ച ജന്മം കൊണ്ട് നാം എന്താണ് നേടാൻ പോകുന്നത്?
ഭൗതികമായി നേടിവെക്കുന്നത് അത്രയും കൊണ്ടുപോകാനാവുമോ ആത്മന? അതില്ലല്ലോ. ആത്മനെ തിരിച്ചറിയുക വഴി സംഭവിക്കുന്നത് അവനവനെ തന്നെ തിരിച്ചറിയുകയാണ്. അതുവഴി അന്യനെയും അപരനെയും തിരിച്ചറിയും. അങ്ങനെ നമ്മൾ ഒന്നായ ഐക്യരൂപ്യം പ്രാപിക്കണം എന്ന ഗുരുസ്വാമികളുടെ നിർദ്ദേശത്തെ നിങ്ങളുടെ മുമ്പാകെ വച്ചിട്ട് ഇന്നത്തെ സമയം നമുക്ക് കഴിഞ്ഞിരിക്കിയാൽ യാത്ര പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും നാളെ കാണുന്നതുവരെ കേൾക്കുന്നതുവരെ യാത്ര പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം.